ഏറെ സ്നേഹമുള്ളവരെ, പ്രാർത്ഥിക്കുന്ന ഹൃദയം എപ്പോഴും ഒരു ശാന്തി അനുഭവിച്ചുകൊണ്ടേയിരിക്കും. അനേകർക്ക് സമാധാനം പകരാനും അവർക്ക് കഴിയും. ഒരു വയോവൃദ്ധൻ എല്ലാ ദിവസവും ഏതാനും മണിക്കൂറുകൾ ദേവാലയത്തിൽ ചെലവഴിക്കുന്നത് വികാരിയച്ഛൻ ശ്രദ്ധിച്ചു പോന്നു. ഒരു ദിവസം അദ്ദേഹം ചോദിച്ചു, എന്താണ് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത്? വൃദ്ധൻ പറഞ്ഞു, ദൈവം സംസാരിക്കാറില്ല, കേട്ടുകൊണ്ടിരിക്കുകയേ ഉള്ളൂ. ഉടനെ ചോദിച്ചു, നിങ്ങൾ എന്താണ് ദൈവത്തോട് സംസാരിക്കുന്നത്? വീണ്ടും ആ വൃദ്ധൻ പറഞ്ഞു, ഞാൻ സംസാരിക്കാറില്ല, കേട്ടുകൊണ്ടിരിക്കുകയേ ഉള്ളൂ. സങ്കീർത്തനം 105 തിരുവചനത്തിൽ പറയുന്നു, കർത്താവ് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്, അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, എപ്പോഴും നമ്മുടെ പരാതികളും വേദനകളും മനുഷ്യരോടല്ല പങ്കുവെക്കേണ്ടത്. ഒറ്റയ്ക്കിരുന്ന് ദൈവത്തോട് സംസാരിക്കാൻ ശീലിച്ചാൽ ദൈവത്തിന്റെ സ്വരം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. അങ്ങനെ ശാശ്വതമായ ഒരു പരിഹാരം നമുക്ക് ലഭിക്കും. ഒപ്പം പരദൂഷണം എന്ന വലിയ വിപത്തിൽ നിന്ന് നമ്മൾ രക്ഷിക്കപ്പെടും. നമ്മുടെ ജീവിതം എപ്പോഴും നന്മ നിറഞ്ഞതായിരിക്കട്ടെ. ദൈവവുമായി ഐക്യപ്പെട്ട് കരത്തോട് കരം പിടിച്ച് മുന്നേറുന്ന ഒരു സുരക്ഷിത ജീവിത ശൈലി ഉണ്ടാക്കുവാൻ പരിശ്രമിച്ചുകൂടെ? ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുന്നുണ്ട്. സമൃദ്ധമായി അനുഗ്രഹങ്ങൾ അനേകർക്ക് പകരാൻ ദൈവ സാന്നിധ്യം എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ.